നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. CPIക്ക് CPMനെ ബദലാകാൻ കഴിയുമോ? ഇവിടെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്യുന്നത്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുഴി തോണ്ടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇരിക്കുന്നിടം കുഴിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അതുതന്നെയല്ലേ CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താ പറയുക, നമുക്ക് ഒരു സംശയ ലേശമന്യേ നമുക്കത് പറയാൻ കഴിയും എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ PM ശ്രീ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ, അതായത് PM ശ്രീയിലെ MOUവിൽ നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ട സാഹചര്യം, ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധി എന്തായിരുന്നു, അതിനെ മുക്തകണ്ഠം വിമർശിക്കുന്ന ഒരു നിലപാടിലേക്ക് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പോയി. അത് CPI ചെയ്ത ഏറ്റവും വലിയ പരാജയമല്ലേ, തെറ്റല്ലേ? അന്ന് കഴുകൻ കണ്ണുകളോടുകൂടി വല വിരിച്ചിരുന്ന ഒരു മുന്നണിയായിരുന്നു UDF. CPIയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നിരുത്താൻ തയ്യാറായി VD സതീശൻ വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ സഞ്ചരിച്ചു. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ CPI ഇത് ഈ ഒരു ഇടർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. എന്നിട്ടും CPI എന്ന് പറയുന്ന മുന്നണി വിട്ടു പോയില്ല രാഷ്ട്രീയ പാർട്ടി. എന്നിട്ട് എന്തെല്ലാം വിമർശനമാണ്! ശിവൻകുട്ടിയോട് കാട്ടിയ അധിക്ഷേപങ്ങൾ എന്തൊക്കെയായിരുന്നു! അതൊന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ഈ CPI മന്ത്രിമാർ മാറിയിരുന്നില്ലേ? തെറ്റായിരുന്നില്ലേ? നമുക്കറിയാം, രാജനെ പോലെ ശക്തരായ നേതാക്കന്മാരുള്ള ഒരു പാർട്ടി തന്നെയാണ് CPI. ഇതേ CPIയിലെ രാജൻ ഇന്ന് വയനാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത ഏറ്റവും വലുത് തന്നെയാണ്. ആ രാജനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം, നിയമസഭയിൽ ശക്തരായി ഉണ്ടാകണം. PP സുനീർ എന്ന് പറയുന്ന ഒരു CPI നേതാവ് എന്താണ് പറഞ്ഞത് ഇവിടെ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ CPI അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സുനീർ മറന്നുപോയത്? ഇവിടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആണല്ലോ CPIയുടേത്. അത് എന്തുകൊണ്ട് ഇവിടെ ഏറ്റവും വലുത്, ഇന്ന് കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലുതാണോ ഒരു ഉപപ്രതിപക്ഷ സ്ഥാനം, ഉപപ്രതിപക്ഷ നേതൃസ്ഥാനം? അത്രയും വലുതാണോ? ഒരിക്കലുമല്ല. ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടത്, പ്രതിഷേധിക്കപ്പെടേണ്ട ഒരു വിഷയമല്ലേ ഇന്ന് വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് CPI അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു നിലപാട് എടുക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്കറിയാം, വയനാട്ടിൽ ഇവിടെ കോളാടിയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഇപ്പോഴും 5 പേർ മണ്ണിനടിയിലുണ്ട്. നമുക്കറിയാം, അവിടെ 4 പേരുടെ മരണത്തിനിടയാക്കി. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ തുരങ്കപാത വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം തുരങ്കപാതകൾ നിർമ്മിക്കപ്പെടുമ്പോൾ കൃത്യമായി പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കാതെ വേണം, വികസനം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI അതിനെ പ്രതിരോധിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വം എന്ന് പറയുന്ന സെക്രട്ടറി എന്താണ് ഇതിന് തുടക്കമിട്ടതാരാണ്? ഇടതുപക്ഷമായിരുന്നു, CPM ആയിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു വയനാട് ആനക്കാമ്പോയിൽ തുരങ്കപാത വേണം എന്ന് പറയുന്നൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊങ്കൺ മാതൃകയിൽ നിർമ്മിക്കാൻ വേണ്ടി അന്ന് കോൺട്രാക്ട് എടുത്ത അതേ ടീമിനെ തന്നെ ഏൽപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണോദ്ഘാടനവും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വരെ കൃത്യമായ അറിയിപ്പുണ്ട്, അല്ലെങ്കിൽ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വരെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ടും എന്തിനാണ് ഈ തുരങ്കം വയ്ക്കുന്ന വാചക കസർത്തുകളിലേക്ക് CPI നേതാക്കൾ പോകുന്നത്? നമുക്കറിയാവുന്ന പോലെ CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് അതിനുള്ളിൽ നിൽക്കുകയല്ലേ വേണ്ടത്. എന്തായിരുന്നു PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഏതെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് നൽകിയിട്ടുണ്ടോ? ഒരിക്കലും ഒപ്പിട്ട് നൽകിയിരുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ MOU ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് നിന്നുകൊണ്ട് ഈ CPMൻ്റെ അല്ലെങ്കിൽ ശിവൻകുട്ടി അടക്കമുള്ള അന്നത്തെ മന്ത്രിമാരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് CPI രംഗത്തേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ CPI കൂടി എതിർത്തപ്പോഴാണ് CPMനകത്ത് ഇതിനകത്ത് എന്തോ സാധിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു പൊതുവായ ചിന്താധാര പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറയേണ്ടി വരും. അത് CPIയുടെ ഒരു മുന്നണി മര്യാദ വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ലേ? അക്ഷരാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരുന്നോ ഈ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആരോപണ ഉന്നയിക്കലുകൾ? ഒന്നും ആയിരുന്നില്ല. അന്നത് ഒപ്പിട്ടിരുന്നില്ല CPI അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി. എന്നാൽ ഇന്ന് PM ശ്രീ പദ്ധതി ഒപ്പിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഈ പറയുന്ന UDF സർക്കാരിനെതിരായിട്ട് വേണ്ടിയിരുന്നില്ലേ പ്രവർത്തനങ്ങൾ വേണ്ടി വരുന്നത്, പ്രവർത്തിക്കേണ്ടിയിരുന്നത്, പ്രതിഷേധങ്ങൾ വേണ്ടി വരുന്നത്?
പക്ഷേ അന്നും ശക്തമായ ഭാഷയിൽ ജനയുഗ അടക്കമുള്ള പത്രങ്ങളിൽ പോലും എഡിറ്റോറിയൽ എഴുതാൻ ഒരു മടിയും കാണിച്ചില്ല CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വെറും ഒരു ധാരണാപത്രം മാത്രമായിരുന്നില്ലേ അത് PM ശ്രീ പദ്ധതിയിൽ അന്ന് ഒപ്പിട്ടത്? എന്തുകൊണ്ടാണ് CPI അത് മറന്നുപോയത്? എന്നിട്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം CPM-ന്റെ തലയിലേക്ക് കുട്ടിയിടാൻ ശ്രമിച്ചു. ഇവിടെ സംഘപരിവാർ അജണ്ടകൾ നമ്മുടെ സ്കൂളുകളിലൂടെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വ്യാപകമായ ഒരു പ്രചരണം നടത്തിയത് CPI തന്നെ ആയിരുന്നില്ലേ? അത് ഏറ്റുപിടിക്കുകയായിരുന്നില്ലേ സത്യത്തിൽ UDF-ഉം കോൺഗ്രസും ചെയ്തത്? എന്നിട്ട് ഇപ്പോൾ എന്തായി? ഭരണം നഷ്ടപ്പെട്ടില്ലേ CPM എന്ന് പറയുന്ന പാർട്ടിക്ക്? അതിന് വേറെ ചില കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട് എങ്കിൽ തന്നെ. അപ്പോൾ ഇവിടെ CPI ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ CPM ഇവിടെ വലിയേട്ടൻ നയമാണ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം പോലും നൽകുന്നില്ല എന്ന് പറഞ്ഞു പരത്തി ജനങ്ങൾക്കിടയിൽ വീണ്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ മുങ്ങിപ്പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ UDF-നെ അവിടെ രക്ഷിച്ചെടുക്കലല്ലേ? UDF-ന് അത് ഗുണകരമാകുന്നില്ലേ? ചർച്ച ചെയ്യപ്പെടുകയേയില്ല അത്തരം വിഷയങ്ങൾ. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായി ആ 13,000 കോടി രൂപയ്ക്ക് അതിൻ്റെ 49% ഷെയറുകൾ വിൽക്കുമ്പോൾ അദാനിക്ക് കിട്ടിയ ലാഭം എത്രയെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറും 10,000 കോടി രൂപയാണ് ലാഭമായി കിട്ടുന്നത്. 3,000 മുടക്കി, ആ 3,000 മുടക്കിയതിൽ 13,000 രൂപയ്ക്ക് പകുതി ഷെയറുകൾ വിൽക്കുമ്പോൾ അതിൻ്റെ 10,000 കോടി രൂപ ലാഭം കിട്ടുന്നു. ബാക്കി ഇനി അങ്ങോട്ട് ആലോചിച്ച് നോക്കിക്കോളൂ. ധാരണപ്രകാരമുള്ള 76% അല്ലെങ്കിൽ 75% വരുന്ന ഷെയറുകൾ ഇനി ബാക്കിയുള്ള ഏകദേശം 25% വരുന്ന ഷെയറുകൾ വിൽക്കുമ്പോൾ ഇവിടെ എന്താണ് ലാഭം? ആർക്കാണ് ലാഭം? എത്രയാണ് ലാഭം? എത്ര കോടിയാണ് ലാഭം എന്ന് നമ്മൾ വെറുതെ കണക്കാക്കി നോക്കിയാൽ മതി. അത്രയും വലിയ കടൽ കൊള്ളയ്ക്ക് അനുമതി നൽകിയിട്ട് പോലും എന്തുകൊണ്ടാണ് CPI അതിനെതിരെ പ്രതിഷേധിക്കാത്തത്? ഇത്തരം വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്? അതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതിന് പകരം ഈ പറയുന്ന യുവ നേതൃസ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുകയാണോ ശരിക്കും ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്? രാജൻ കഴിവുറ്റ മന്ത്രി തന്നെയാണ്, കഴിവുറ്റ നേതാവ് തന്നെയാണ്, കഴിവുറ്റ നിയമസഭാ സാമാജികനുമാണ്. എന്നിട്ട് കൂടി അതിനെയൊക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുന്നണി മര്യാദകൾ മറന്നുകൊണ്ട് എല്ലാ കാലവും പ്രവർത്തിച്ചിട്ടുള്ളത് CPI തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇത്തരത്തിൽ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന UDF എന്ന് പറയുന്ന മുന്നണി താങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണോ? UDF എന്ന് പറയുന്ന മുന്നണി ഇവരെയൊക്കെ ഇതിലേക്ക് ഞങ്ങളെ വിളിച്ചടുപ്പിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണോ ഇപ്പോഴും ഇവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന തെറ്റാണ്. ഇരിക്കുന്നിടം കുഴിക്കുന്ന സമീപനമാണ് CPI പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-ന് അതിൻ്റേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട്, അതിനൊരു പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് പരസ്യമായിട്ടല്ല. ആദ്യം അത് മനസ്സിലാക്കുക. മുന്നണിക്കുള്ളിൽ അത് ആദ്യം ചർച്ച ചെയ്യപ്പെടുകയും അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുകയും വേണ്ടി വരും. എന്തുകൊണ്ടാണ് മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നത്? അത് തെറ്റായ പ്രവണത സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? അതപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി അത് മാറുകയല്ലേ? എന്തുകൊണ്ടാണ് CPI നേതാക്കന്മാരാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഇത് തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ്? അതല്ലേ അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ളപ്പോൾ CPI കാട്ടുന്ന ഈ ഒരു പ്രവൃത്തി തീർത്തും ആത്മഹത്യാപരമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.